പ്രണയമഴ ഭാഗം 10. അവന്റെ വിരലുകൾക്കും വിറയലുണ്ടായിരുന്നു. അവളുടെ വെളുത്ത പുറം, നനുത്ത പിൻകഴുത്ത്, ചെറിയ സ്വർണ്ണ രോമങ്ങൾ, അവിടെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്നു. അതിനരികിൽ കറുത്തൊരു കുഞ്ഞു മറുക്. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നു. വളരെ ചെറുതാണെങ്കിലും അത് കാണാൻ എന്തോ അസാധാരണമായ ഭംഗിയുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. കാശി, എന്താ നീ ചെയ്യുന്നത്? അവന്റെ മനസ്സ് അവനെ തന്നെ ചോദ്യം ചെയ്തു. അവൻ വേഗം നോട്ടം മാറ്റി. പിന്നെ വളരെ സൂക്ഷിച്ചാണ് ആ ഹുക്ക് പിടിച്ചത്. അവന്റെ വിരലുകൾ അവളുടെ നഗ്നമായ പിൻകഴുത്തിൽ ചെറുതായി തട്ടിപ്പോയി. ഭദ്രയുടെ ശരീരം ഒന്ന് വിറച്ചു. ആ വിറയിൽ അവന്റെ വിരലുകളിലും അറിഞ്ഞു. കാശിയുടെ ശ്വാസം കനത്തു. ഭദ്ര കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. പിന്നെ അവൻ പതുക്കെ ആ ഹുക്കിട്ടു. അവന്റെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു. ഭദ്ര വേഗം മുന്താണി ശരിയാക്കി. അവൾക്ക് ഇപ്പോഴും അവന്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. കാശിയും അവളെ നോക്കിയില്ല. പക്ഷേ അവരുടെ ഹൃദയമിടിപ്പുകൾ രണ്ടുപേരും വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ഭദ്രയുടെ വിരലുകൾ വിറച്ചുകൊണ്ടിരുന്നു. മുന്താണി ശരിയാക്കാൻ ശ്രമിക്കുമ്പോഴും കൈകൾ വഴുതി പോകുന്നത് പോലെ തോന്നി അവൾക്ക്. കാശി ഒന്ന് പിന്നിലേക്ക് മാറി നിന്നു. അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ പോലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു അവന്. വാഷ്റൂമിന്റെ അകത്ത് നിശബ്ദത പടർന്നു നിന്നു. പുറത്ത് മാളിലെ ആളുകളുടെ ശബ്ദങ്ങൾ കേൾക്കാം. പക്ഷേ ആ ചെറിയ ഇടത്തിനുള്ളിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ മാത്രം വലുതായി മുഴങ്ങുന്നത് പോലെ. താങ്ക് യു, വളരെ ചെറുതായി ഭദ്ര പറഞ്ഞു. കാശി മറുപടി പറഞ്ഞില്ല. അവൻ കണ്ണുകൾ ഒന്ന് മുറുക്കി അടച്ചു. പിന്നെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം തിരിച്ചു. ഇങ്ങനെയൊക്കെ കെയർലെസ് ആവരുത്. അവന്റെ ശബ്ദം വീണ്ടും ഗൗരവത്തിലായിരുന്നു. പക്ഷേ അതിനുള്ളിൽ ഒരു വിറയൽ ഭദ്ര വ്യക്തമായി കേട്ടു. അവൾ തല കുനിച്ചു നിന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. അത് തന്നെയാ പ്രശ്നം. പെട്ടെന്ന് പറഞ്ഞു പോയ വാക്കുകൾ കേട്ട് കാശി തന്നെ ഒന്ന് നിശബ്ദമായി. അവൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഭദ്ര പതുക്കെ മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ പേടിയും ചമ്മലും ചേർന്നൊരു ഭാവം. കാശി ആ നോട്ടം സഹിക്കാനായില്ല. അവൻ വേഗം വാതിലിനരികിലേക്ക് നടന്നു. പുറത്തേക്ക് വാ, അവൻ അതും പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. ഭദ്ര കുറച്ചു നിമിഷം അവിടെ തന്നെ നിന്നു. കണ്ണുകൾ അടച്ചപ്പോൾ പോലും അവന്റെ വിരലുകളുടെ സ്പർശം പിൻകഴുത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എന്തിനാണ് ദൈവമേ, അവൾ സ്വയം ഉള്ളിൽ പറഞ്ഞു. പിന്നെ വേഗം മുഖം ശരിയാക്കി പുറത്തേക്ക് ഇറങ്ങി. കാശി അല്പം അകലെയായി നിന്നിരുന്നു. കൈകൾ പാന്റിന്റെ പോക്കറ്റിൽ കയറ്റിയിട്ട് മുഖം കടുപ്പിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ. ഭദ്ര അടുത്തേക്ക് വന്നതും അവൻ അവളെ നോക്കാതെ ചോദിച്ചു, ശരിയായോ? അവൾ ചെറുതായി മൂളി. അപ്പോഴേക്കും സംഗീതയുടെ ശബ്ദം കേട്ടു. ഭദ്ര, നീ എവിടെ പോയി? സംഗീത വേഗം അവർക്കരികിലേക്ക് വന്നു. ഭദ്രയുടെ മുഖം കണ്ടതും അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്തുപറ്റി? ഒന്നുമല്ല, ഭദ്ര വേഗം പറഞ്ഞു. കാശി അതിനിടയിൽ പിന്നിലേക്ക് മാറി നിന്നു. വാ, ഞാൻ ഫോൺ എടുത്തു, നീ ഒന്ന് വന്ന് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. സംഗീത പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് നടന്നു. അവളുടെ കൂടെ പതുക്കെ നടക്കുന്ന ഭദ്രയെ കണ്ട, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സാരി ഉടുക്കണ്ടായെന്ന്? മാളിലേക്ക് വരുമ്പോ ജീൻസും ടോപ്പും കുർത്തേ അങ്ങനെ എന്തെങ്കിലും ഇട്ടാ പോരായിരുന്നോ? ഭദ്ര ഒന്നും പറയാതെ നിന്നു. അവൾക്ക് അപ്പോഴും കണ്ണുകൾ ഉയർത്തി കാശിയെ നോക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ അവളെ നോക്കിയിരുന്നു. ആരും കാണാതെ വളരെ നിശബ്ദമായി. അവളുടെ കാതിന്റെ അരികു വരെ പടർന്ന ചുവപ്പ്, വിറയ്ക്കുന്ന വിരലുകൾ. മുഖമുയർത്താതെ തലകുനിച്ച് താഴേക്ക് നോക്കി അവൾ നടന്നു. അതെല്ലാം കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ എന്തോ വീണ്ടും അസ്വസ്ഥമായി. കാശി പെട്ടെന്ന് മുഖം തിരിച്ചു. ടീച്ചറമ്മ എവിടെയുണ്ട്? അവൻ സംഗീതയോട് ഗംഭീര സ്വരത്തിൽ ചോദിച്ചു. അവിടെ ബിൽഡിംഗ് സൈഡിലാണ്, സംഗീത പറഞ്ഞു. അതും പറഞ്ഞ് കാശി നേരെ നടന്നു. പക്ഷെ നടക്കുമ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. മഴ പുറത്ത് തകർത്ത് പെയ്യുകയായിരുന്നു. നീ എവിടെയായിരുന്നു? ഞാൻ അവിടെ നോക്കിയല്ലോ, കണ്ടില്ലല്ലോ, ടീച്ചറമ്മ കാശിയോട് ചോദിച്ചു. കാശി ഒരു നിമിഷം ഭദ്രയെ നോക്കി. എങ്കിലും അടുത്ത നിമിഷം തന്നെ നോട്ടം മാറ്റി. ഞാൻ വാഷ്റൂമിൽ പോയിരുന്നു, അവൻ ശാന്തമായി പറഞ്ഞു. നിന്നെയും കണ്ടില്ലായിരുന്നല്ലോ, സംഗീത ചോദിച്ചു. ഭദ്ര പെട്ടെന്ന് തല ഉയർത്തി. ഞാനും വാഷ്റൂമിൽ പോയി, അവൾ വേഗം മറുപടി പറഞ്ഞു. ഒരു നിമിഷം കാശിയും ഭദ്രയുടെയും തമ്മിൽ കണ്ണുകൾ കൂട്ടിയിടച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ചെറിയൊരു പരിഭ്രമമുണ്ടായിരുന്നു. കാശിയുടെ മുഖം പതിവ് പോലെ തന്നെ ഗൗരവം നിറഞ്ഞതായിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ഇപ്പോഴും കുറച്ചു മുമ്പ് നടന്ന ആ നിമിഷം മുഴുവനായി പതിഞ്ഞു കിടക്കുകയായിരുന്നു. കഴിഞ്ഞില്ലേ? എല്ലാവരും എടുത്തോ? ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ? കാശി വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഇല്ല, ഇനി പോകാം, ടീച്ചറമ്മ പറഞ്ഞു.
പിന്നെ എല്ലാവരും കൂടി പാർക്കിങ്ങിലേക്ക് നടന്നു. മുന്നിൽ സംഗീതയും പ്രിയയും എന്തോ പറഞ്ഞു ചിരിക്കുകയാണ്. ഷാരോണും ഭദ്രയും അവരോടൊപ്പം നടന്നു. അവരുടെ പിന്നാലെ ടീച്ചറമ്മയും കാശിയും. കാശിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അവൻ സ്ക്രീനിലേക്കാണ് നോക്കുന്നതെങ്കിലും മനസ്സ് അവിടെ എവിടെയും ആയിരുന്നില്ല. ഓരോ നിമിഷവും അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അവളുടെ വിറച്ച ശ്വാസം, വെളുത്ത പിൻകഴുത്ത്, തന്റെ വിരൽ തട്ടിയ നിമിഷം അവളുടെ ശരീരം വിറച്ചത്. ഡാമിറ്റ്, അവൻ ഉള്ളിൽ സ്വയം ശപിച്ചു. ഭദ്രയും സാധാരണ പോലെ നടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവൾക്ക് തന്നെ സ്വന്തം ഹൃദയമിടിപ്പ് കേൾക്കുന്ന പോലെ തോന്നി. കാറിലെത്തിയതും സംഗീത ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ബൈ ഡോക്ടർ, സംഗീത കൈവീശി. ഷാരോൺ ചിരിച്ചു. കാശി മാത്രം ഭദ്രയെ നോക്കിയില്ല. പക്ഷെ കാറ് പോയി മറയുന്നത് വരെ അവന്റെ കണ്ണുകൾ ആ കാറിന്റെ പിന്നാലെയായിരുന്നു. വീട്ടിലെത്തിയതും എല്ലാവരും വാങ്ങിയ സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് കയറി. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, ഭദ്ര പതുക്കെ പറഞ്ഞു. ശരി മോളെ, ടീച്ചറമ്മ പറഞ്ഞു. ഭദ്ര വേഗം റൂമിലേക്ക് കയറി ബെഡിലേക്കിരുന്നു. ഇപ്പോഴും തന്റെ പിൻകഴുത്തിൽ അവന്റെ വിരലുകളുടെ സ്പർശം ബാക്കി നിൽക്കുന്നത് പോലെ തോന്നി. അവൾ പതുക്കെ സാരി അഴിച്ചു. ബ്ലൗസിന്റെ ഹുക്ക് അഴിക്കാൻ ശ്രമിച്ച നിമിഷം അവളുടെ കൈകൾ നിശ്ചലമായി. അവനത് ഇട്ടുകൊടുത്ത നിമിഷം അവന്റെ വിരലുകളുടെ വിറയൽ, അവന്റെ ശ്വാസത്തിന്റെ ചൂട്. ഭദ്ര കണ്ണുകൾ മുറുക്കി അടച്ചു. എന്താ എനിക്ക്, അവൾ സ്വയം ചോദിച്ചു. സാരി മാറ്റി ഒരു സിമ്പിൾ കുർത്ത ധരിച്ച് ബെഡിലേക്ക് കിടന്നതും വാതിൽ തുറന്ന് സംഗീത അകത്തേക്ക് വന്നു. എന്താ എന്റെ ഭദ്ര കൊച്ചു കിടക്കുന്നത്, ക്ഷീണിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല, ചുമ്മാ കിടന്നതാണ്. അതെ, ഈ മഴയും തണുപ്പും ഉണ്ടെങ്കിൽ ഇങ്ങനെ പുതപ്പിനുള്ളിൽ കിടക്കാൻ തന്നെ തോന്നും. അത് പറഞ്ഞുകൊണ്ട് സംഗീത അവളുടെ അടുത്ത് കിടന്നു. പക്ഷേ കൂടെ കിടക്കാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാകും. അതിന് ഭദ്ര ഒന്നും പറഞ്ഞില്ല. ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നതിന് ശേഷം സംഗീത ഭദ്രയെ നോക്കി കണ്ണു ചിമ്മി. എടി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഈ കാശി ഡോക്ടർ വിവാഹം കഴിച്ചിട്ടില്ലല്ലേ? ഭദ്ര പെട്ടെന്ന് തിരിഞ്ഞ് അവളെ നോക്കി. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം? അല്ല, എനിക്കറിയില്ലല്ലോ, അതാ ചോദിച്ചത്. ഇല്ലെന്നാ തോന്നുന്നത്, ഭദ്ര പതുക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ പേടിയാകും. ആർക്കെങ്കിലും പുള്ളിയോട് പോയി സാർ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഭദ്ര ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് പ്രണയം പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുമെന്ന്. അയ്യോ, ആ കാട്ടുമാക്കാനെ ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഫുഡ് കോർട്ടിൽ ഇരിക്കുമ്പോൾ ഞാനൊന്ന് തമാശ പറഞ്ഞപ്പോ ഷാരോൺ ചേച്ചി ചിരിച്ചു, ടീച്ചറമ്മയും ചിരിച്ചു. പക്ഷേ കാശിനാഥൻ സാറ് എവിടെ? ഒരു പുഞ്ചിരി പോലും ഇല്ല. ഭദ്രയുടെ മനസ്സിലേക്ക് ആ മനുഷ്യന്റെ മുഖം വന്നു. ഗൗരവം മാത്രം നിറഞ്ഞ മുഖം. പക്ഷെ ചില നിമിഷങ്ങളിൽ ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന അവൾ കണ്ടിട്ടുണ്ട്. നീ എന്താ ആലോചിക്കുന്നത്? സംഗീത ചോദിച്ചു. ഒന്നുമില്ല. ഉറപ്പാ? സംഗീത അവളെ സംശയത്തോടെ നോക്കി. ഉറപ്പ്. എന്നാ ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതും പറഞ്ഞ് സംഗീത എഴുന്നേറ്റ് പോയി. ഭദ്ര വീണ്ടും ബെഡിലേക്ക് കിടന്നു. പുറത്ത് മഴയുടെ ശബ്ദം. അവളുടെ വിരലുകൾ അറിയാതെ സ്വന്തം പിൻകഴുത്തിലേക്ക് നീങ്ങി. അവിടെ ഇനിയും അവന്റെ സ്പർശനത്തിന്റെ ചൂട് ബാക്കി നിൽക്കുന്നത് പോലെ തോന്നി. ഇതേ സമയം കാശിയും അവന്റെ റൂമിലെ ബെഡിൽ കിടക്കുകയായിരുന്നു. വന്ന ഉടനെ ബെഡിൽ വന്ന് കിടന്നതാണ്. ആദ്യമായിട്ടറിഞ്ഞ ഒരു സ്ത്രീ സ്പർശം അതവനെ വല്ലാതെ തളർത്തി. മനസ്സിൽ നിന്നും അത് മായാത്തതുപോലെ അത് തെളിഞ്ഞു വരുന്നു. ആ ഓർമ്മകളുടെ ഭാരവുമായി കാശി ആ രാത്രി ഉറക്കത്തിലേക്ക് വീണു. അതേസമയം മറ്റൊരിടത്ത് രാത്രി ഏറെ കഴിഞ്ഞിരുന്നു. മഴ പെയ്തു തീർന്ന നനവോടെ വീട് മുഴുവൻ നിശബ്ദമായിരുന്നു. അപ്പോഴാണ് വീട്ടുമുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഹാളിൽ ഇരുന്ന ശ്യാമിന്റെ അമ്മ എഴുന്നേറ്റു. ശ്യാം വന്നോ? അവർ വാതിലിലേക്ക് എത്തും മുമ്പേ ശ്യാമിലിയും പിന്നിലെത്തിയിരുന്നു. കാറ് മുറ്റത്ത് കിടക്കുകയായിരുന്നു. എന്നാൽ അതിൽ നിന്നും ആരും ഇറങ്ങുന്നില്ല. ഇവനെന്തേ ഇറങ്ങാത്തേ? അമ്മയുടെ ശബ്ദത്തിലെ ആശങ്ക നിറഞ്ഞു. ഞാൻ നോക്കട്ടെ. ശ്യാമിലി വേഗം ഓടി കാറിനരികിലേക്ക് എത്തി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയ നിമിഷം അവളുടെ മുഖം വാടി. സ്റ്റിയറിംഗിലേക്ക് തല ചാച്ച് കിടക്കുകയായിരുന്നു ശ്യാം. ശരീരത്തിൽ നിന്നും കനത്ത മദ്യത്തിന്റെ ഗന്ധം ഉയർന്നു. ഏട്ടാ, അവൾ കൈവച്ച് തട്ടിയതും ശ്യാം പതുക്കെ തല ഉയർത്തി. ചുവന്ന കണ്ണുകൾ, തളർന്ന മുഖം, വാക്കുകൾ പോലും വ്യക്തമായി പറയാൻ കഴിയാത്ത അവസ്ഥ. എന്താ പറ്റിയേ? അവൾ ചോദിച്ചു. ശ്യാം എന്തൊക്കെയോ പുലമ്പി. പക്ഷെ ഒരു വാക്കും വ്യക്തമായില്ല. അപ്പോഴേക്കും അമ്മയും അവിടെ എത്തി. ദൈവമേ, ഇതെന്താ മോനെ? അവർ സങ്കടത്തോടെ പറഞ്ഞു. അമ്മേ, എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല, വാ. രണ്ടുപേരും ചേർന്ന് ശ്യാമിനെ കാറിൽ നിന്നും പുറത്തെടുത്തു. ശരീരം മുഴുവൻ തളർന്നിരുന്നു.
ഒരു കൈ അമ്മയുടെ ചുമലിലും മറ്റേ കൈ ശ്യാമിലിയുടെ ചുമലിലുമായി അവർ അവനെ അകത്തേക്ക് കൊണ്ടുവന്നു. സോഫയിൽ ഇരുത്തിയതും അവൻ വീണ്ടും പിന്നിലേക്ക് വീണു. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ശ്യാം, കേൾക്കുന്നുണ്ടോ? അമ്മ അവന്റെ കവളിൽ പതിയെ തട്ടി. അവൻ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു. എനിക്ക് പറ്റുന്നില്ല അമ്മ, അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറയുന്നത് കേട്ടതും ആ അമ്മയുടെ നെഞ്ച് ഒന്ന് വിങ്ങി. എന്തിനാ ഇങ്ങനെ നിന്നെ തന്നെ നശിപ്പിക്കുന്നത്? അവർ വേദനയോടെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ശ്യാം ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ചിരിയിൽ പോലും കരച്ചിലിന്റെ വേദനയായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു, അവൻ പതുക്കെ പറഞ്ഞു. അമ്മയും ശ്യാമിലിയും തമ്മിൽ തമ്മിൽ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ, ഞാൻ അവളെ വേദനിപ്പിച്ചു. അവന്റെ ശബ്ദം പൊട്ടിപ്പോയി. ഭദ്രയുടെ മുഖം വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലേക്ക് കയറി വരികയായിരുന്നു. അവളുടെ സ്നേഹം, അവൾ നൽകിയ വിശ്വാസം എല്ലാം താൻ തകർത്തു. ആ ഓർമ്മകൾ തന്നെയായിരുന്നു ഇപ്പോൾ അവനെ കൊന്നുകൊണ്ടിരുന്നത്. എനിക്ക് അവളില്ലാതെ പറ്റുന്നില്ല. അവൻ മുഖം കൈകളിൽ മൂടിക്കരഞ്ഞു. അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർക്കും പക്ഷേ അവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. ചെയ്ത തെറ്റ് തിരുത്താൻ ചിലപ്പോൾ സമയം പോലും അവസരം തരില്ല, അതവർക്ക് മനസ്സിലായിരുന്നു. ശ്യാമിലി പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. വായേട്ടാ, ആദ്യം റൂമിലേക്ക് പോവാം, അവൾ പറഞ്ഞു. ശ്യാം തലയുയർത്തി അവളെ നോക്കി. ആ കണ്ണുകളിൽ തകർന്നു പോയ ഒരാളുടെ വേദന മുഴുവൻ ഉണ്ടായിരുന്നു. അവനെ വീണ്ടും പിടിച്ചുയർത്തി രണ്ടുപേരും കൂടി റൂമിലേക്ക് കൊണ്ടുപോയി. ബെഡിൽ കിടത്തിയതും അവൻ കണ്ണുകൾ അടച്ചു. പക്ഷേ ഉറക്കം വന്നില്ല. കാരണം ഓർമ്മകൾക്ക് ഇന്നും ഭദ്രയുടെ മണമായിരുന്നു. രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന കാശി കണ്ണുകൾ വലിച്ചു തുറന്നു. ശ്വാസം കനത്തിരുന്നു. നെറ്റിയിൽ ചെറുതായി വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു നിന്നു. കുറച്ചു നിമിഷങ്ങൾ അവൻ എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാതെ ചുറ്റും നോക്കി. ഇരുണ്ട മുറി, പകുതി തുറന്ന ബാൽക്കണി വാതിൽ, പുറത്തേക്ക് പെയ്യുന്ന മഴയുടെ ശബ്ദം. അവൻ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഇരുന്നു. കൈ നെറ്റിയിൽ അമർത്തി പിടിച്ചു. എന്താ ഇത്? അവൻ സ്വയം ചോദിച്ചു. ഉറക്കത്തിൽ നിന്ന് ഉയർന്നിട്ടും മനസ്സ് ഇപ്പോഴും മറ്റെവിടെയോ കുടുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അപ്പോഴേക്കും വീണ്ടും ആ ദൃശ്യം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. വാഷ്റൂമിലെ വെളിച്ചം, വിറച്ചു നിൽക്കുന്ന ഭദ്ര, സാരിയുടെ മുന്താണി ചേർത്ത് പിടിച്ച ആ വെളുത്ത വിരലുകൾ, താഴേക്ക് ഒഴുകിയ നനുത്ത മുടിയിഴകൾ, പിന്നെ അവളുടെ പിൻകഴുത്തിനരികിൽ ആ ചെറിയ കറുത്ത മറുക്. കാശി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ശ്വാസം വീണ്ടും കനത്തു. ഡാം ഇറ്റ്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ആ ഒരു നിമിഷം മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. അവളുടെ ശരീരം വിറച്ചത്. തന്റെ വിരലുകൾ അവളുടെ കഴുത്തിൽ തട്ടിയ നിമിഷം മുന്നിലെ വലിയ ഗ്ലാസ് മിററിൽ അവളുടെ കണ്ണുകളിൽ കണ്ട ഭയം, പരിഭ്രമം എല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കയറി വരികയായിരുന്നു. കാശി പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ബാൽക്കണിയിലേക്ക് നടന്നു. മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. തണുത്ത കാറ്റ് മുഖത്തേക്ക് അടിച്ചെങ്കിലും ഉള്ളിലെ ചൂട് മാത്രം കുറഞ്ഞില്ല. അവൻ ബാൽക്കണിയുടെ കൈവരിയിൽ കൈവച്ച് താഴേക്ക് നോക്കി നിന്നു. നിനക്കെന്താ പറ്റുന്നത് കാശിനാഥ? അവന്റെ ഉള്ളിൽ നിന്നും ആ ചോദ്യം ചോദിച്ചു. ഭദ്രയെ ആദ്യമായി കണ്ട ദിവസം മുതൽ അവൾക്കുള്ളിൽ എന്തോ ഒരു പരിചിതത്വം തോന്നിയിരുന്നു. അതെന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പക്ഷേ ഇന്ന് അവൾ ചിരിക്കുന്നതും ഭയപ്പെടുന്നതും കണ്ണുകൾ താഴ്ത്തി നിൽക്കുന്നതും എല്ലാം കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ഒരാളുടെ ഓർമ്മ മാത്രമാണ് അവനിലേക്ക് വന്നത്. സാവിത്രി. ആ പേര് മനസ്സിലൂടെ കടന്നുപോയ നിമിഷം കാശിയുടെ കണ്ണുകൾ മുറുകെ അടഞ്ഞു. ഇല്ല, അവൻ പെട്ടെന്ന് തല കുലുക്കി. അവൾ സാവിത്രിയല്ല. പക്ഷെ മനസ്സ് അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഭദ്രയുടെ ചിരിയിലും മുടി ഒതുക്കുന്ന രീതിയിലും ചെടികളോട് സംസാരിക്കുന്ന പതിവും എവിടെയൊക്കെയോ സാവിത്രിയുടെ നിഴൽ അവൻ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണോ താൻ അവളെ ഇത്ര ശ്രദ്ധിക്കുന്നത്? അതോ അതിലപ്പുറം മറ്റെന്തെങ്കിലും? ആ ചിന്ത വന്ന നിമിഷം കാശി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. മുഖത്ത് വീണ്ടും ആ പഴയ ഗൗരവം തിരികെ വന്നു. നോ, അവൻ സ്വയം പറഞ്ഞു. ഇതൊന്നും വേണ്ട. പക്ഷെ എത്ര നിഷേധിച്ചിട്ടും മഴയുടെ ശബ്ദത്തിനിടയിൽ അവന്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞത് ഒരേയൊരു ദൃശ്യമായിരുന്നു. വിറച്ച കണ്ണുകളോടെ നിൽക്കുന്ന ഭദ്ര. അവൻ ഭദ്ര നിൽക്കുന്ന ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ ഇരുട്ടാണ്. പെട്ടെന്ന് അവൻ അവളുടെ മുറിയുടെ ജനാലയുടെ അടുത്ത് നിൽക്കുന്ന ഒരു നിഴൽ രൂപം ശ്രദ്ധിച്ചത്. റൂമിലെ ഇരുട്ട്. അവൻ ആ മിന്നലിന്റെ വെളിച്ചത്തിൽ ജനാലയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആ രൂപം അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാന്നേ. വോയിസിലൊക്കെ മഴയുടെ ശബ്ദം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റോറി തരാട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ. അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം വരാം. ബൈ.